നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തഥോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമ ശ്ലോകേ ഭക്തൃഭവതി നൈഷ്ഠികീ. ഗുരുദേവ് കി ജയ്, പ്രഭുപാദ് കി ജയ്, അനന്തകോടി വൈഷ്ണവ വൃന്ദ കി ജയ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഇന്നൊരു ഭാഗവതം ക്ലാസ്സിലേക്ക് കൂടി സ്വാഗതം. എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. ഹരേ കൃഷ്ണ. നമ്മള് 1-ാം സ്കന്ധം 17-ാം അധ്യായം ശ്ലോകം എത്രയാണ്? ശ്ലോകം 17. 17. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. നമ്മള് 17-ാമത്തെ ശ്ലോകം എടുക്കുകയാണ്. 16-ൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് എന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞാട്ടെ. ഹരേ കൃഷ്ണ. എന്താ ആരും പറയാനൊന്നുമില്ലല്ലോ? എന്ത് പറ്റി? കലമാതാജിയൊക്കെ മറ്റേ പറയാൻ മുന്നോട്ട് വരുന്നതാണല്ലോ. ബിന്ദു മാതാജിയൊക്കെ ഇപ്പൊ എന്ത് പറ്റി? ആർക്കും ഒന്നും അറിഞ്ഞുകൂടെ? പഠിച്ച് ഒരുപാട് പഠിച്ചപ്പോ ഒന്നും അറിഞ്ഞുകൂടാ അതായോ? ആർക്കും ഒന്നും പറയാൻ കിട്ടുന്നു? ഹരേ കൃഷ്ണ മാതാജി. അടിയന്തരാവസ്ഥയെ കുറിച്ച് മാതാജി പറഞ്ഞായിരുന്നു. നമ്മൾ സാധാരണ പറയുന്ന അടിയന്തരാവസ്ഥ അല്ല, അങ്ങനെ ഉദ്ദേശിക്കരുതെന്ന് പറഞ്ഞായിരുന്നു. അതല്ലേ മാതാജി? പിന്നെ എന്തുവാണ് ആ ശ്ലോകം? എന്താണ് ആ ശ്ലോകം? എന്താണ് 16-ാമത്തെ ശ്ലോകം? നമ്മൾ എന്താ അവിടെ കണ്ടത്? പരീക്ഷത്ത് മഹാരാജാവ് എന്താണ് അവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത്? എന്താണ്? നിയമങ്ങൾ ലംഘിക്കുന്നവരെ ശിക്ഷിക്കണം. നിയമങ്ങൾ ലംഘിക്കുന്നവർക്ക് തീർച്ചയായും തക്ക ശിക്ഷ ലഭിക്കുക തന്നെ ചെയ്യും, അല്ലേ? പിന്നെയോ നിയമം പാലിക്കുന്നവരെ എന്ത് ചെയ്യും? സംരക്ഷിക്കണം. നിയമം പാലിക്കുന്നവരെ സംരക്ഷിക്കേണ്ടതും ഒരു രാജാവിന്റെ പ്രഥമ കർത്തവ്യമാണ് എന്ന് പറഞ്ഞു. അപ്പം നേരത്തെ പറഞ്ഞു സർവാലങ്കാര വിഭൂഷിതനായിട്ട് സർവവിധ ആയുധങ്ങളാലും നിൽക്കുകയാണെങ്കിൽ പോലും, അപ്പൊ അങ്ങനെ ഒരു സ്വർലോക ദേവനാണ് ഇവിടെ വന്നിരിക്കുന്നാൽ പോലും ഞാൻ വിടത്തില്ല. എന്റെ ജനങ്ങളെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്റെ ആ പ്രജകളെ, ജനങ്ങൾ എന്ന് പറയാൻ പറ്റില്ല, പ്രജകളെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായും ക്ഷമിക്കുകയില്ല എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അപ്പൊ നിരപരാധികളെ ഉപദ്രവിക്കുന്ന പക്ഷം ഇനിയും സ്വർലോകവാസികളാണെങ്കിൽ പോലും, കാരണം അങ്ങനെ പറയാൻ കാരണം എന്താണ്? ഈ സ്വർലോകവാസികളാണെങ്കിൽ പോലും എന്ന് ആ ഒരു വാക്ക് പറയാൻ കാരണം എന്താണ്? അവര് സാധാരണ നല്ല കാര്യങ്ങളാ ചെയ്യുന്നത്, എന്നിരുന്നാലും ചീത്ത ചെയ്താൽ അവരെ ശിക്ഷിക്കുമെന്ന്. അവര് സ്വർലോകവാസികൾക്ക് നമ്മളെ ശിക്ഷിക്കാനുള്ള അധികാരമുള്ള ആൾക്കാരാണ് യഥാർത്ഥത്തിൽ സ്വർലോകവാസികൾ എന്ന് പറയുന്നത്. മനുഷ്യൻ നേരത്തെ അത് പറഞ്ഞു. അസുരന്മാരിൽ അവർക്ക് അധികാരം കൊടുക്കുന്നില്ല, പക്ഷെ മനുഷ്യരിൽ അധികാരമുണ്ട് അവർക്ക്. അപ്പൊ അവര് സാധാരണയായി നമ്മൾക്ക് വേണ്ടി നല്ലത് ചെയ്യുന്നവരാണ് അവര്. പക്ഷേ യഥാർത്ഥത്തിൽ ചില സന്ദർഭങ്ങളിൽ അവരുടെ സ്വഭാവം മാറാറുണ്ട്. ഇനി അവരങ്ങനെ വന്നാൽ പോലും, അവരാണെങ്കിൽ പോലും, നമ്മളെ ശിക്ഷിക്കുന്നതിന് അർഹതയുള്ളവരാണെങ്കിൽ പോലും ഞാൻ അവരെ വെറുതെ വിടുകയില്ല. കാരണം എന്റെ പ്രജകളെ ഉപദ്രവിക്കാൻ പാടില്ല എന്നവിടെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മള് അതിനകത്തെ 2 തരം ധർമ്മങ്ങളെ കുറിച്ച് പറഞ്ഞു, അല്ലേ? ഹരേ കൃഷ്ണ. ആർക്ക് പറയാം 2 തരം ധർമ്മങ്ങൾ? ഇവിടെ എന്തെങ്കിലും ആൻസർ പ്രഭു മാത്രമാണ് പറയുന്നത്, വേറെ ആരും അനങ്ങുന്നില്ല. എന്തൊക്കെയാണ് 2 തരം ധർമ്മങ്ങള്? സ്വധർമ്മവും മിഥ്യാധർമ്മവും. സ്വധർമ്മവും നിത്യധർമ്മവും. എന്താണ് ഈ സ്വധർമ്മം? എന്താണ് നിത്യധർമ്മം? മാതാജി പറയുന്നെങ്കിൽ മാതാജി പറയൂ. ഹരേ കൃഷ്ണ. മിഥ്യാധർമ്മം ഭഗവാന് വേണ്ടി ധർമ്മം, ഭഗവാന് വേണ്ടി ചെയ്യുന്ന ധർമ്മം മിഥ്യാധർമ്മം. സ്വധർമ്മം നമ്മൾ എവിടെ നിന്നുകൊണ്ട് ചെയ്തിരുന്ന അത് സ്വധർമ്മമായിട്ട് നമ്മുടെ ഹരേ കൃഷ്ണ. മാതാജി ഭഗവാൻ വേണ്ടി ചെയ്യുന്ന ധർമ്മത്തിന്റെ പേരെന്തോ മാതാജി പറഞ്ഞേ? മിഥ്യാധർമ്മം. നിത്യധർമ്മം. ഡെയിലി നമ്മൾ ആചരിക്കേണ്ട ധർമ്മം. കാരണം നമ്മൾ ഭഗവാനിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഭഗവാന് വേണ്ടി ധർമ്മം ചെയ്യുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. അപ്പൊ അത് ഭഗവാന്റെ ദാസാനുദാസനാണ് നമ്മൾ എന്നുള്ള ഭാവം നമ്മളിൽ ഉണ്ടായിരിക്കണം. അത് അങ്ങനെ ചെയ്യുന്നതാണ് നിത്യധർമ്മം. ചെയ്യേണ്ടതാണ്, ചെയ്യുന്നോ ഇല്ലയോ എന്നുള്ളതല്ല, ചെയ്യേണ്ടതാണ് നിത്യധർമ്മം. സ്വധർമ്മം എന്താണ്?
ഭൗതികമായ ഇതില് ചെയ്യുന്ന കർമ്മം മാതാജി. ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മം. നമുക്ക് സുധർമ്മ ഇവിടെ വിധിക്കപ്പെട്ട എന്താണ്? നമ്മളെ ഏത് ഫീൽഡിലാണ് നമ്മൾ നിൽക്കുന്നത്, ആ ഫീൽഡിൽ നിന്നുകൊണ്ട് നമ്മള് നമ്മൾ എന്താണ്, നമ്മള് ബ്രാഹ്മണർക്ക് ബ്രാഹ്മണരുടേതായ ധർമ്മം, ക്ഷത്രിയർക്ക് ക്ഷത്രിയരുടേതായ ധർമ്മം, വൈശ്യർക്ക് വൈശ്യരുടേത്, ശൂദ്രർക്ക് ശൂദ്രരുടെ. അപ്പൊ അത് ഞാൻ ഒരു എക്സാമ്പിൾ കൂടി പറഞ്ഞു. എന്താണ് 1625 അവിടെ പറയുന്നുണ്ട്. എന്താണ് നമ്മുടെ സ്വധർമ്മം, എന്താണ്, എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്, ഇല്ലേ എന്നും പറഞ്ഞു. ഞാൻ ഹൈതുകി അപ്രതിഹത, ആ രണ്ട് വാക്ക് നമ്മൾ മറക്കാതിരിക്കാനാണ് ഞാൻ വീണ്ടും വീണ്ടും ആ വാക്കുകൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് അത് ചെയ്യണം. എങ്ങനെ? അതിനനുസരിച്ചുള്ള ധർമ്മമായിരിക്കണം നമ്മള് ചെയ്യേണ്ടത്. അപ്പൊ നമ്മള് പറയും, ഭാഗവതത്തിൽ നല്ല ഒരു ശ്ലോകമുണ്ട്. ബ്രഹ്മാവ് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്, ജ്ഞാനേ പ്രയാസം ഉദപാസ്യ നമന്തമേവ ജീവന്തി സന്മുഖരിതാം ഭവതീയ വാർത്താം സ്ഥാനേ സ്ഥിതാ ശ്രുതിഗത്. ആ സ്ഥാനേ സ്ഥിത എന്ന് പറയുന്നത് എന്താണ്? എവിടെയാണോ നമ്മൾ നിൽക്കുന്നത്, ഏത് പദവിയിലാണോ നമ്മൾ നിൽക്കുന്നത്, അവിടെ നിന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യേണ്ട കർമ്മം. നമ്മളെല്ലാവരും ബ്രാഹ്മണരായിട്ടോ ഒന്നും നമുക്ക് നമ്മുടെ കർമ്മങ്ങളെല്ലാം ചെയ്യാൻ കഴിയില്ല. സ്ഥാനേ സ്ഥിതാസ്തുതികതർ ധനുവാങ് മനോഹർ ഏ പ്രായശോ അജിതാജിതോപ്യസിത്രിലോക്യ. ഞാൻ എൻ്റെ ആ പദവിയിൽ നിന്നുകൊണ്ട് ഞാൻ ചെയ്യുന്നു. അല്ലയോ ഭഗവാനെ, ആ ചെയ്യുന്നതൊക്കെയും അങ്ങയുടെ കരുണയ്ക്ക് പാത്രീഭൂതമാകണമേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. അഹങ്കാരം കാണിച്ചുപോയി ഞാൻ, ബ്രഹ്മാവല്ലേ, ബ്രഹ്മാവ് അല്പം അഹങ്കാരം കാണിച്ചുപോയി. അതിൽ അങ്ങക്ക് എന്നോട് വിരോധം തോന്നരുതേ എന്നുള്ള എനിക്ക് അത്രയും അറിവേ ആ സമയത്ത് ഉണ്ടായുള്ളൂ. ഞാൻ മായയ്ക്ക് അധീനനായി പോയി എന്നുള്ളത് പറയുകയാണ്. അപ്പം അവിടെ ഏത് പദവിയിൽ നമ്മൾ നിൽക്കുന്നോ, ഞാനൊരു വലിയൊരു ഒന്നുകിൽ ഞാനൊരു ഡോക്ടറാകാം, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആകാം, അല്ലെങ്കിൽ IAS കാരനാകാം, അല്ലെങ്കിൽ ഒരു ടീച്ചറാകാം, അല്ലെങ്കിൽ ഒരു ഓഫീസിലെ ഹെഡാകാം. അപ്പൊ ഏത് സ്ഥിതിയിൽ നമ്മൾ നിൽക്കുന്നോ ആ സ്ഥിതിയിൽ സ്ഥാനേ സ്ഥിതാസ്തുതിഗതാം ധനുവാങ് മനോഹർ, അവിടെ വെച്ച് എൻ്റെ ശരീരവും മനസ്സും ബുദ്ധിയും എല്ലാം ഞാൻ അർപ്പിക്കുന്നു. അപ്പൊ ഞാൻ അവിടെ വെച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട രീതിയിൽ ചെയ്യുന്നു. അതാണ് ആ ഒരു സ്ഥാനേ സ്ഥിതായിക്ക് വളരെ അർത്ഥമാണ് അവിടെ ഉള്ളത്. സ്ഥാനേ സ്ഥിതാസ് ധനുവാങ് മനോഹർ. അത് ധനു വാക്ക്, മനസ്സ്, ബുദ്ധി. ധനു വാക് മനോഹർ. അപ്പൊ അങ്ങനെ അതെല്ലാം സ്വധർമ്മം. ഞാൻ അതിന് എക്സാമ്പിളും പറഞ്ഞു. ഒരു ടീച്ചറായ ഒരു കുട്ടിയെ വഴക്ക് പറയേണ്ടതായിട്ട് വരും, ഒരു ഡോക്ടറായാലും ഒരു പേഷ്യന്റിനെ വഴക്ക് പറയേണ്ടതായിട്ട് വരും വേണ്ട രീതിയിൽ. അപ്പൊ അതെല്ലാം ഞാൻ പറഞ്ഞിരുന്നതാണ്. അപ്പൊ അതിനനുസരിച്ച് നമ്മള് പെരുമാറണം. നമ്മൾ ഏത് സ്ഥിതിയിൽ നിൽക്കുന്നു, അതാണ് നമ്മുടെ സ്വധർമ്മം എന്ന് പറയുന്നത്. മറ്റേത് നമുക്ക് എല്ലാവർക്കും ഒരുപോലെയാണ്. നമ്മൾ ആർക്കും ഒരു മാറ്റവുമില്ല. ഏത് ധർമ്മത്തിന്? നിത്യധർമ്മത്തിന്. നമ്മളെല്ലാവരും ആചരിക്കേണ്ട ധർമ്മമാണ് നിത്യധർമ്മം എന്ന് പറയുന്നത്. ഹരേ കൃഷ്ണ. നമുക്ക് 17ാമത്തെ ശ്ലോകത്തിലേക്ക് പോകാം. ഹരേ കൃഷ്ണ. ശ്ലോകം 17. ഗുരുദേവ് കി ജയ്, പ്രഭുപാദ് കി ജയ്, അനന്തകോടി വൈഷ്ണവ വൃന്ദ കി ജയ്. ഹരേ കൃഷ്ണ. ധർമ്മ ഉവാചാം ഏതത് പാണ്ഡവേയാനാം യുക്തമാർത്ഥാഭയം വചഃ തേഷാം ഗുണഗണൈ കൃഷ്ണോ ദൗത്യാദൗ ഭഗവൻ കൃതഃ. ഏതത് പാണ്ഡവേയാനാം യുക്തമാർത്ഥാഭയം വചഃ യേഷാം ഗുണഗണൈ കൃഷ്ണോ ദൗത്യാദൗ ഭഗവൻ കൃതഃ. ഇവിടെ ധർമ്മ ഉവാച, ധർമ്മരാജാവ് പറയുന്നു. ഏതത് എന്ന് വെച്ചാൽ ഈ പറഞ്ഞതെല്ലാം, ഇവയെല്ലാം വഹ എന്നാണ് അവിടെ പറയുന്നത്. വഹ എന്ന് വെച്ചാൽ അവിടുത്തെ, അങ്ങയാൽ, അങ്ങയെ കൊണ്ട് എന്നൊക്കെ പറയും. വഹ പാണ്ഡവേയാനാം, പാണ്ഡവന്മാർ, പാണ്ഡവ കുലത്തിൽപ്പെട്ട ആൾക്കാർ എന്നുള്ള, പാണ്ഡവ കുലത്തിലുള്ളവർ, പാണ്ഡവന്മാർ എന്നെടുത്താൽ മതി. യുക്തം അനുയോജ്യമായിട്ടുള്ളത്. ആർത്ത, ആർത്തന്മാരെ മലയാളത്തിലുള്ളതാ, ദുരിതം അനുഭവിക്കുന്നവരെ, ദുഃഖിതരെ. അഭയം, അത് മലയാള വാക്ക് തന്നെ, എല്ലാ ഭീതികളിൽ നിന്നും മുക്തി. വചഃ, വചനങ്ങൾ. യേഷാം, യേഷാം എന്ന് വെച്ചാൽ അവയെല്ലാം. ഗുണഗണൈഹി, ഗുണങ്ങളുടെ കൂട്ടങ്ങളാൽ, ഗുണഗണങ്ങളാൽ. കൃഷ്ണ,
കൃഷ്ണോ എന്ന് പറയുന്നത് വേടായിട്ട് നമ്മൾ എടുക്കുമ്പോൾ കൃഷ്ണ എന്ന് വരും. കൃഷ്ണ ശ്രീകൃഷ്ണ ഭഗവാൻ പോലും ദൗത്യാദൗ ദൂതൻ തുടങ്ങിയ ദൂതൻ ആദിയായുള്ളവ എന്നുള്ളത്. പിന്നെ എന്താണ് കൃതഃ ദൗത്യാദൗ കൃതഃ ചെയ്തു. അപ്പൊ ഇത്രയും വാക്കുകളാണ് അതിനുള്ളത്. ഏതത് വഹ പാണ്ഡവേയാനാം യുക്തം അർത്ഥാഭയം വചഃ യേഷ ഗുണഗണൈഹി കൃഷ്ണോ ദൗത്യാദൗ ഭഗവാൻ കൃതഃ. പ്രയാസമുള്ള വാക്കുകളൊന്നും നമുക്ക് അവിടെ ഇല്ല, അത്രയേ ഉള്ളൂ. അപ്പൊ അത് ഇത്രയും വാക്കുകളാണ് അവിടെ ഉള്ളത്. അതിൽ ആർക്കെങ്കിലും ഏതെങ്കിലും വാക്ക് അറിഞ്ഞൂടാത്തുണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ. അതിന്റെ വിവർത്തനം നമുക്ക് വായിക്കാം. ട്രാൻസ്ലേഷൻ ആൻഡ് പർപ്പട്ട് ശ്രീ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദി കി ജയ്, ഗുരുദേവ് കി ജയ്, പ്രഭുപാദി കി ജയ്, അനന്തകോടി വൈഷ്ണവൃത്ത കി ജയ്. ധർമ്മരാജാവ് ഇവിടെ പറയുകയാണ്, അങ്ങിപ്പോൾ പറഞ്ഞ വാക്കുകൾ തീർച്ചയായും പാണ്ഡവകുലത്തിൽ പിറന്നവർക്ക് തികച്ചും യോജിച്ച വിധത്തിലുള്ളവയാണ്. പാണ്ഡവരുടെ ഗുണഗണങ്ങളാൽ ആകൃഷ്ടനായി പരമദിവ്യോത്തമ പുരുഷൻ ശ്രീകൃഷ്ണ ഭഗവാൻ പോലും അവരുടെ ദൂതനായി കർത്തവ്യങ്ങൾ നിർവഹിച്ചു. അപ്പൊ ധർമ്മരാജാവ് പറയുകയാണ്, ആരോടാണ് ഇവിടെ ധർമ്മരാജാവ് പറയുന്നത്? കഴിഞ്ഞ ഇത് വെച്ചൊന്ന് പറഞ്ഞോ നോക്കിക്കേ, കഴിഞ്ഞ ശ്ലോകം വെച്ചിട്ട് ആര് തമ്മിൽ സംസാരിക്കുകയാണ് ഇവിടെ? പരീക്ഷിത് രാജാവും പിന്നെ ഭൂമിദേവിയും. ആരൊക്കെ അവിടെ ഉണ്ട്? ഭൂമിദേവിയുണ്ട്, ധർമ്മരാജാവുണ്ട്, പരീക്ഷിത് രാജാവ്. ഹരേ കൃഷ്ണ. പോയോ? ഹരേ കൃഷ്ണ. കേൾക്കാമോ? അതിന്റെ ഇടയ്ക്ക് നെറ്റ് പോയി. ഹരേ കൃഷ്ണ. അപ്പൊ ഇവിടെ അവര് 3 പേര് നിൽക്കുകയാണ്. അപ്പൊ ധർമ്മരാജാവ് ആരോടെ പറയാണ്? പരീക്ഷിത് മഹാരാജാവ് എന്ത് പറഞ്ഞു? ആരെയായാലും ഞാൻ വെറുതെ വിടത്തില്ല, തീർച്ചയായിട്ടും എന്റെ പ്രജകളെ ഉപദ്രവിച്ചാൽ ഞാൻ അവരെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതിന് അവിടെ ധർമ്മരാജാവ് കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഹരേ കൃഷ്ണ. ശ്ലോകം വായിച്ചോളൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. ധർമ്മ ഉവാച ഏതത് വാ പാണ്ഡവേയാനാം യുക്തമാർത്താഭയം വചഃ യേഷാം ഗുണഗണൈ കൃഷ്ണോ ദൗത്യാദൗ ഭഗവാൻ കൃതഃ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു. അപ്പൊ നമ്മള് വായിക്കുന്നു. ആരെങ്കിലും വായിക്കുന്നുണ്ടോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഏതത് വാ പാണ്ഡവേയാനാം യുക്തമാർത്താഭയം വചഃ യേഷാം ഗുണഗണൈ കൃഷ്ണോ ദൗത്യദൗ ഭഗവാൻ കൃതഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ദൗത്യാദൗ എന്ന് വെച്ചാൽ ദൂതൻ മുതലായവരാൽ എന്നുള്ള അർത്ഥമാണ്. അല്ലെ, ധർമ്മരാജാവിടെ പറയുകയാണ്, പരീക്ഷിത് മഹാരാജാവ് പല വാഗ്ദാനവും കൊടുത്തു, പല വെല്ലുവിളികളും അവിടെ പറഞ്ഞു. അപ്പൊ എന്ന് വെച്ചാൽ ഇതെല്ലാം ഒന്നും വർണ്ണനയൊന്നും അല്ല, അദ്ദേഹത്തിനുള്ള യഥാർത്ഥത്തിലുള്ള അദ്ദേഹത്തിന്റെ ഗുണഗണമാണ് ഇതെല്ലാം ഈ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം എന്ന് വെച്ചാൽ ലോകത്തിന്റെ മുഴുവൻ രാജാവാണ്, അല്ലെ? അപ്പൊ ആ ലോകത്തിന്റെ മുഴുവൻ രാജാവായിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഗുണഗണങ്ങളാണ്, അദ്ദേഹം ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം അദ്ദേഹം നമുക്ക് കേൾക്കുമ്പോൾ തോന്നി ഇതൊരു പൊങ്ങച്ചം പറച്ചിൽ പോലെ അല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം പരീക്ഷിത്തിന്റെ ജനനം തന്നെ മഹാത്ഭുതമാണെന്ന് നമുക്കറിയാം. അതുപോലെ പരീക്ഷിത്തെ എങ്ങനെയുള്ള ഒരാളാണ്. അപ്പം മാതൃഗർഭ ഗതവീര സതതാകൃനന്ദന എന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ ആ ഒരു ഭയങ്കരമായ കഴിവും വ്യക്തിത്വവും ഇതെല്ലാം അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു. വേണ്ട വിധത്തിലുള്ള പ്രോത്സാഹനവും ആരിൽ നിന്ന് കിട്ടി? തന്റെ പിതാമഹന്മാരിൽ നിന്ന് കിട്ടിയിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് ഇതെല്ലാം ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. പല വാഗ്ദാനവും പല വെല്ലുവിളികളും ഒക്കെ ഇവിടെ നമ്മൾ കണ്ടു. അപ്പൊ തന്റെ കർക്കശമായ ശാസനകളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് പരീക്ഷിത് മഹാരാജാവ് പ്രഖ്യാപിച്ചിരുന്നു. ആര് തന്നെ വന്നാലും ഞാൻ അവരെ വിടത്തില്ല. അങ്ങനെ ഒരു അഭിമാനമോ മിഥ്യയോ അങ്ങനെയുള്ള ഒരു സംസാരമോ ഒന്നും ഇവിടെ ഇല്ല. കാരണം നമുക്കറിയാം ഭഗവത് ഭക്തൻ ആരാണ് എന്നുള്ളത്. ഭഗവത് ഭക്തനെ കുറിച്ച് എന്തു പറയാം? ഭഗവാനോളം തന്നെ ഒരു ശക്തനാണ് ഭഗവത് ഭക്തൻ എന്ന് പറയുന്നത്. അപ്പം ഭക്തർക്ക് ശരിക്കും ഒരു ഭക്തനെ എന്തെല്ലാം ചെയ്യാൻ കഴിയും? ഭഗവാൻ അതിന് കാരുണ്യം കൊടുക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.
അപ്പൊ അവിടെ ഭഗവത് കൃപയാൽ ഭഗവാനേക്കാൾ ശക്തനാണ് പറയുന്നുണ്ട്. ഭഗവാൻ പലയിടത്തും പറയുന്നുണ്ട് എന്റെ ഭക്തന്മാർ, എന്റെ ഭക്തൻ എന്നുള്ളത്. എവിടെയെങ്കിലും ഒരു എക്സാമ്പിൾ പറയാൻ കഴിയുമോ അതിന്? എന്റെ ഭക്തൻ എന്ന്, എന്നേക്കാൾ ശക്തനാണ് എന്റെ ഭക്തൻ എന്ന് ഭഗവാൻ കാണിച്ചു കൊടുത്ത ഒരു എക്സാമ്പിൾ ആർക്ക് പറയാം? അംബരീഷിന്റെ താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. അംബരീഷ് മഹാരാജാവിന്റെ അടുത്തല്ലേ ഞാൻ നിസ്സഹായനാണ് എന്നാണ് അവിടെ പറഞ്ഞത് അല്ലേ? അപ്പൊ അത്രമാത്രം ഭഗവാനെ ഭക്തനോടുള്ള കാര്യം അത്രമാത്രം ഉണ്ട് എന്നുള്ളതാണ്. ആ ഭക്തൻ എങ്ങനെയുള്ള ആളാണ്? കൃഷ്ണനിൽ പ്രേമം വളർത്തിയെടുത്തിട്ട് കൃഷ്ണനെ കൂടാതെ ഒന്നിനും നിലനിൽപ്പില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സർവ്വതിന്റെയും നാഥൻ കൃഷ്ണനാണെന്ന് മനസ്സിലാക്കി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഭഗവത് ഭക്തൻ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഭക്തനെ ഭഗവാൻ ഒരിക്കലും, എന്ന് വെച്ചാൽ ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞേക്കുന്ന അർജുന നീ പ്രഖ്യാപിക്കൂ, നീ പറഞ്ഞോളൂ, ഭഗവത് ഭക്തന്റെ കൂടെ ഞാൻ എപ്പോഴും ഉണ്ട് അല്ലെ? ഭക്തനില്ലാതെ ഞാനില്ല, ഭക്തനേക്കാൾ വലുതല്ല. ആ രീതിയിലാണ് ഭഗവാൻ എപ്പോഴും പറയുന്നത്. അപ്പം ഭഗവത് ഭക്തനാൽ നടത്തപ്പെട്ട വാഗ്ദാനം എന്ത് തന്നെയായാലും സാധാരണഗതിയിൽ നിറവേറ്റാൻ എത്ര തന്നെ അസാധ്യമായാലും ഭഗവത് കൃപയാൽ അത് യഥോചിതമായി നിറവേറും എന്നുള്ളതാണ്. അപ്പൊ ഭഗവാന് ഏതെല്ലാം രീതിയിലാണോ ഭക്തനെ സഹായിക്കാൻ നിൽക്കുന്നത്, അതെല്ലാം യഥാർത്ഥത്തിൽ ഭഗവാൻ താൻ പറഞ്ഞിരിക്കുന്ന എടുത്തിരിക്കുന്ന ശപഥം പോലും മാറ്റിവെച്ചിട്ട് ഭക്തനെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വരുന്ന ആളാണ് ആര്? ഭഗവാൻ. അപ്പൊ ഭഗവാനെ കുറിച്ച് എവിടെയെങ്കിലും അതിനൊക്കെ എക്സാമ്പിൾ ഒന്ന് പറയാൻ പറ്റുമോ? ഹരേ കൃഷ്ണ. ഭഗവാൻ പറഞ്ഞ വാക്കുകളെ മാറ്റിവെച്ചിട്ട് ഭീഷ്മരുടെ ശപഥം ഞാൻ ആയുധം കൈകൊണ്ട് തൊടില്ല എന്ന് പറഞ്ഞിരുന്ന, എടുക്കില്ല എന്ന് പറഞ്ഞിരുന്ന ഭഗവാനെ കൊണ്ട് ആയുധം എടുപ്പിക്കാൻ ആർക്ക് കഴിഞ്ഞു? ഭീഷ്മ പിതാമഹന് കഴിഞ്ഞു അല്ലേ? പിന്നെയോ? പിന്നെ ഭഗവാൻ തീരുമാനം എടുത്തിട്ട് വേണ്ടാന്ന് വെച്ചത് എവിടെയൊക്കെ ഉണ്ട്? ആദ്യം തീരുമാനം എടുക്കും, പിന്നെ ഭക്തന്റെ കരച്ചിൽ ഭക്തന്റെ വിളി കാണുമ്പോ വേണ്ടെന്ന് വെക്കും. ഹരേ കൃഷ്ണ. പ്രഭു പറയുന്നു. പ്രഭു ഹരേ കൃഷ്ണ. എന്തോ? അർജുനനാണോ മാതാജി? അല്ല, നരസിംഹമൂർത്തി അവതാരം. അർജുനനെ പല രീതിയിലും സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. ഇപ്പൊ നമ്മൾ പഠിച്ചതായത് എവിടെയാണെന്നറിയാമോ? കുന്തി മാതാജിയുടെ പ്രയർ നമ്മൾ പഠിച്ചു അല്ലേ? കുന്തി മാതാജി പറയുന്നുണ്ട്, അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ ഈ സമയത്ത് ഞങ്ങളെ ഇട്ടേച്ച് പോവല്ലേ, പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ രാജ്യം അനാഥമാകുമേ, ഞങ്ങൾക്ക് ലോകത്തിലെ എല്ലാ രാജാക്കന്മാരും ഞങ്ങളോട് ഇപ്പൊ പിണങ്ങിയിരിക്കുകയാണ്, ഈ സമയത്ത് അങ്ങോട്ട് ഞങ്ങളെ ഉപേക്ഷിച്ചു പോയാൽ ഞങ്ങൾക്ക് എന്ത് പറ്റും? ഇതൊക്കെ കുന്തി മാതാജി ചോദിക്കുമ്പോഴും ഭഗവാന് റെസ്പോൺസിബിലിറ്റി അവിടെ കിടക്കുകയാണ് അല്ലേ? അപ്പൊ റെസ്പോൺസിബിലിറ്റി മാറ്റിയിട്ട് ഇവിടെ നിൽക്കാൻ അദ്ദേഹത്തിന് പറ്റാത്ത ഒരവസ്ഥയില് അദ്ദേഹം പോകാനായിട്ട് തയ്യാറാവുകയാണ് ചെയ്യുന്നത്. അപ്പോഴേ എന്ത് ചെയ്തു? യുധിഷ്ഠിരൻ ഓടി വന്നിട്ട് അദ്ദേഹത്തോട് പറയുന്നു, ഭഗവാനെ കുറച്ചു നാളത്തേക്കെങ്കിലും ഇവിടെ നിൽക്കണമേ, ഞങ്ങൾക്കൊരു സഹായമായിട്ട്, ഇപ്പോൾ അങ്ങ് ഓടിപ്പോവല്ലേ എന്ന് പറയുമ്പം ആ യുധിഷ്ഠിരന്റെ പ്രാർത്ഥന ഭഗവാൻ കൈക്കൊണ്ടുകൊണ്ട് പോകാനായിട്ട് സർവ്വതും ഒരുക്കി എല്ലാം വണ്ടിയിൽ കയറ്റി പോകാൻ തയ്യാറായതാണ്. അപ്പൊ ആ യുധിഷ്ഠിരന്റെ പ്രാർത്ഥന കേട്ടുകൊണ്ട് അദ്ദേഹം പോകാതെ നിന്നു. അപ്പൊ അദ്ദേഹം പോകാതെ നിന്നതുകൊണ്ട് അതിന്റെ പിന്നീട് എന്തെല്ലാം സംഭവിച്ചു എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അദ്ദേഹത്തിന്റെ ദൃഷ്ടിയിൽ അദ്ദേഹത്തെ കണ്ടുകൊണ്ട് തന്നെ ജീവൻ ഉപേക്ഷിക്കാൻ. താങ്ക് യു പ്രഭു. വേറെന്തെങ്കിലും? വിഷ്ണു സഹസ്രനാമം അതിനുശേഷം സംഭവിച്ചതല്ലേ മാതാജി? ഭീഷ്മപിതാമഹൻ അദ്ദേഹത്തെ കൊണ്ട് അദ്ദേഹത്തിന്റെ മുന്നിൽ നിന്നുകൊടുത്തു ഇല്ലേ? എനിക്ക് വിഷ്ണു രൂപത്തിൽ നിൽക്കണമെന്ന് പറഞ്ഞു, വിഷ്ണു രൂപത്തിൽ എന്റെ മുന്നിൽ നിൽക്കണമെന്ന് പറഞ്ഞു. കാരണം എന്താ? വിഷ്ണു രൂപത്തിലാണ് അവിടെ ആരാധിച്ചിരുന്നത്. നേരത്തെ വാസുവായിരുന്നല്ലോ. അപ്പൊ അദ്ദേഹത്തിന് വിഷ്ണു രൂപത്തിൽ കാണണമെന്ന് പറഞ്ഞു. ഉടനെ വിഷ്ണു രൂപത്തിൽ നിന്ന് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്തു? അദ്ദേഹം നമുക്ക് ഉപദേശങ്ങളെല്ലാം കൊടുത്തു, വിഷ്ണു സഹസ്രനാമം അല്ലേ? അത് പറഞ്ഞു. പിന്നെ പ്രധാനം കിടക്കുന്നു പിന്നെയും എന്താണ്?
ഉത്തരമാതാവ് ഓടി വരും. മാതാവിന്റെ ഗർഭത്തിലേക്ക് പ്രവേശിക്കേണ്ടതായിട്ടും വന്നു അല്ലെ. അപ്പൊ അങ്ങനെ പല കാര്യങ്ങൾ അവിടെ നടന്നിരുന്നു. അപ്പം ഭീഷ്മരുടെ കാര്യം, യുധിഷ്ഠിരന്റെ കാര്യം, ഇത് രണ്ടും ഡയറക്റ്റ് ആയിട്ട് നമുക്കറിയാം. പിന്നെ നമുക്ക് എന്തറിയാം, ഭഗവാനെ വൃന്ദാവനത്തിൽ നിന്ന് പോരുമ്പോഴേ ഗോപികമാരോടും ഗോപന്മാരോടും അച്ഛനും അമ്മയോടും ആയാസ്യേ എന്ന് പറഞ്ഞിട്ടാണ്, ഞാൻ തിരിച്ചു വരാം എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. പക്ഷേ അദ്ദേഹത്തിന് അവിടെ ചെന്നപ്പം ദേവകി മാതാവിന്റെയും മറ്റും നേരത്തെ വാക്കുള്ളതാണ്. ജനിച്ചപ്പോ തന്നെ അദ്ദേഹം വിഷ്ണുരൂപത്തിൽ സംസാരിച്ചു അമ്മയുമായിട്ട്. അപ്പൊ അമ്മയുമായിട്ട് സംസാരിച്ച അവസരത്തിൽ അമ്മയോട് പറഞ്ഞിരുന്നു, അമ്മേ, ഞാനിപ്പോൾ ഒന്നുകിൽ ഞാൻ 11 വയസ്സുവരെ അമ്മയുടെ അടുത്ത് നിൽക്കും, അത് കഴിഞ്ഞ് ഞാൻ ഇവിടം വിട്ടു പോകും. അല്ല, അമ്മയ്ക്ക് എന്നെ 11 വയസ്സുവരെയും എന്നെ കാണാതെ അമ്മയ്ക്ക് ഇരിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായും തിരിച്ചിവിടെ വന്നിരിക്കും. അപ്പം അമ്മയ്ക്ക് പൂർണ്ണമായിട്ട് എന്നെ അതിനുശേഷം കാണാൻ കഴിയും. ഇത് രണ്ടിലേതമ്മ തെരഞ്ഞെടുക്കുന്നു എന്ന് ദേവകി ദേവിയോട് ചോദിക്കുന്നുണ്ട്. അപ്പം ദേവകി ദേവി പറയുന്നു, എന്താണ് മോനെ, ഞാൻ 11 വർഷം നീ ജനിച്ചില്ല എന്ന് കരുതി ഞാൻ കണ്ണീരോട് പറയുകയാണ്. ഞാൻ എന്ന് വെച്ചാൽ കുട്ടിക്കാലം മൊത്തം യശോദാമ്മയ്ക്കായിട്ട് വിട്ടുകൊടുക്കുകയാണ്. കാരണം നമുക്കറിയാം, എന്നേക്കുമായുള്ള അമ്മയായിട്ട് കൃഷ്ണൻ തെരഞ്ഞെടുത്തിരിക്കുന്ന ആരെയാണ്? യശോദാമാതാവിനെയാണ്. ഇവിടെ അവരെല്ലാം തപസ് ചെയ്ത് നേടിയെടുത്തു. അപ്പൊ അങ്ങനെ അവിടെ പോയിട്ട് കണ്ണുനീരോടുകൂടി ആ അമ്മ സമ്മതിക്കുന്നു. അങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, അവിടെ ചെല്ലുന്ന അവസരത്തിൽ ലഘുഭാഗവതം വായിച്ചിട്ടുള്ളവർക്കറിയാം അവിടെ ആരൊക്കെ ഉണ്ട്. അവിടെ മായാദേവി പിറന്നിരിക്കുന്നു. അതോടൊപ്പം എന്താണ്, യശോദ നന്ദനും അവിടെ ഉണ്ട്, 2 കുട്ടികളായിട്ട് അല്ലെ. ലഘുഭാഗവതാമൃതം വായിച്ചിട്ടുള്ളവർക്ക് അതിന്റെ വ്യക്തമായ ധാരണ കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ അവര് അവിടെ നിന്ന് വസുദേവ കൃഷ്ണനെ കൊണ്ട് അവിടേക്ക് യശോദാകൃഷ്ണന്റെ അടുത്തേക്ക് കിടത്തുന്നു. 2 പേരും ഒന്നാകുന്നു. അങ്ങനെ സംഘർഷണൻ, വാസുദേവൻ, അനിരുദ്ധൻ ഇത് 4 ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അവരൊന്നു ചേരുകയാണ് അവിടെ ചെയ്തത്. അങ്ങനെ അവിടെ നിന്ന് തിരിച്ചു വരാം എന്ന് വാക്ക് കൊടുത്തിട്ടാണ് പോകുന്നത്. അപ്പൊ ആ വാക്ക് അദ്ദേഹം അവിടെ സാധിച്ചു കൊടുത്തു. വാക്ക് നേടിയത് അവിടെ, മറ്റിടത്ത് വാക്ക് തെറ്റിച്ചത്. ഇത് രണ്ടുമാണ് പറയുന്നത്. പിന്നെ ഞാൻ പറയാൻ വന്നത്, അയാസിയെ എന്ന് പറഞ്ഞിട്ടാണ് വൃന്ദാവനത്തിൽ നിന്ന് പോരുന്നത് അവരോട്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവരുടെ നിർബന്ധം കൊണ്ടും പിന്നെ പോകാൻ പറ്റാത്ത ഒരവസ്ഥയിൽ എത്തുകയും രോഹിണി മാതാവിനോട് ചോദിക്കുന്നു, എന്താണ് ചെയ്യേണ്ടത്, എനിക്ക് തിരിച്ചു പോകാതിരിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നു, നിന്റെ ദൂതനായിട്ട് നമുക്ക് ഇതെല്ലാം അറിയാവുന്നത് രോഹിണിക്കാണ് അല്ലെ, എല്ലാ വിവരങ്ങളും അറിയാവുന്നു. ഒരു കാര്യം ചെയ്യാം. അവർക്ക് മനസ്സിലാകുന്നുണ്ട്, ഒരു പക്ഷെ തിരിച്ച് വൃന്ദാവനത്തിൽ ചെന്നാൽ പിന്നെ കൃഷ്ണൻ വരില്ല. അതുകൊണ്ട് അവിടെ വെച്ച് ഒരു തീരുമാനമെടുക്കുന്ന, നമുക്ക് ഉദ്ധവരെ പറഞ്ഞു വിടാം എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വരട്ടെ എന്നും പറഞ്ഞ് ഇദ്ദേഹത്തെ ഇവിടെ ഗുരുവിന്റെ അടുത്തേക്ക് പഠിപ്പിക്കാനായിട്ട് വിടുന്നത് നമുക്കറിയാവുന്ന കഥയാണ്. അപ്പൊ അങ്ങനെ പലയിടത്ത് വെച്ച് കൃഷ്ണൻ പല വാക്കുകൾ പാലിച്ചതും പാലിക്കാത്തതുമായിട്ട് ഉണ്ട്. ഹരേ കൃഷ്ണ. അതുപോലെ പാണ്ഡവരെ അവരുടെ ഭക്തിയുത സേവനത്താലും ആത്മസമർപ്പണത്താലും ഭഗവാനെ അവർക്ക് എന്തെല്ലാം രീതിയിൽ ഭഗവാനെ കിട്ടി, ഏതെല്ലാം രീതിയിൽ അവർക്ക് ഇവിടെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. ആ വിവർത്തനം എടുക്കുന്നവർക്കറിയാം. ധർമ്മരാജാവ് ഇപ്പോൾ പറഞ്ഞ വാക്കുകൾ തീർച്ചയായും പാണ്ഡവകുലത്തിൽ പിറന്നവർക്ക് തികച്ചും യോജിച്ച വിധത്തിലുള്ളവയാണ്. പാണ്ഡവരുടെ ഗുണഗണങ്ങളാൽ ആകൃഷ്ടനായി പരമദിവ്യോത്തമ കൃഷ്ണനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ പോലും അവരുടെ ദൂതനായി കർത്തവ്യങ്ങൾ നിറവേറ്റി. എവിടെയാണ് ദൂതനായത്? കുരുക്ഷേത്ര യുദ്ധത്തിന് മുന്നായിട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് യുദ്ധം ഒഴിവാക്കാനായിട്ട് ആദ്യം പറയുന്നു, നിങ്ങൾ ഒരു ഭാഗം രാജ്യത്തിന്റെ ഒരു ഭാഗം അവർക്ക് അർഹതപ്പെട്ടതാണ്, അത് കൊടുക്കണമെന്ന് പറയുന്നു. ഇല്ല, ഞാൻ കൊടുക്കത്തില്ല എന്ന് വെച്ചാൽ ഒരു ദൂതന്റെ പേര് കെട്ടിക്കൊണ്ട്, ഒരു ദൂതന്റെ വേഷം കെട്ടിക്കൊണ്ട് അവിടെ പോകുന്നു, പാണ്ഡവരോട് ചെന്ന് സംസാരിക്കാനായിട്ട് പോകുന്നു. അപ്പം ആര് പറഞ്ഞയക്കുന്നുണ്ട്? ദ്രൗപദി പറഞ്ഞയക്കുന്നുണ്ട്. എന്താണ്, അങ്ങ് ദൂതനായി പോകുന്നു, പക്ഷെ എന്റെ അഴിഞ്ഞു കിടക്കുന്ന തലമുടിയെ കുറിച്ച് അങ്ങ് മറക്കരുതേ എന്നും പറഞ്ഞയക്കുന്നുണ്ട്. അപ്പൊ അവിടെ എന്തെല്ലാം കാര്യങ്ങൾ കൃഷ്ണൻ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഒരു പരമാത്മാവ് ഭഗവാന് ഇതെല്ലാം ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം അവിടെ പോയി ദൂത് പറയാനായിട്ട് ആദ്യം ഒരു രാജ്യത്തിന്റെ പകുതി അല്ലെങ്കിൽ ഒരു ഭാഗം ഇതെല്ലാം പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഒരു ഗ്രാമം എന്തെങ്കിലും കൊടുക്കാൻ പറഞ്ഞു. ഇതൊന്നും കൊടുക്കത്തില്ല, ഒന്നിനും. അപ്പൊ അറ്റ്ലീസ്റ്റ് ഒരു വീട് പോലും കൊടുക്കാൻ അവർക്ക്
മനസ്സുണ്ടായില്ല. അങ്ങനെ ദൂതവേഷം കെട്ടിക്കൊണ്ട് അവിടെ പോകുന്നതായിട്ട് നമുക്ക് അറിയാം. അപ്പൊ അങ്ങനെ കർത്തവ്യത്തിൽ തന്റെ കർത്തവ്യം, തന്റെ ഭക്തരെ സംരക്ഷിക്കാൻ വേണ്ടി ഇപ്രകാരം പലതും ചെയ്തു. അപ്പം പൂർണ്ണ ഭക്തിയോടുകൂടിയും പ്രേമയുത സേവന മനോഭാവത്തോടു കൂടിയും നമ്മളെ ഭഗവത് സേവനം ചെയ്യുന്ന ഒരു വ്യക്തിക്ക്, ആത്മസമർപ്പണം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഭഗവാൻ കൂടെ ഉണ്ടാകും ഏതൊരു സമയത്തും എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നു. അപ്പൊ അവർക്ക് സേവനം ചെയ്യാൻ ഭഗവാൻ എന്താണ് ഞാൻ അവർക്ക് അവരുടെ സേവകനാണ് എന്ന രീതിയിൽ ബദ്ധനായിട്ട് മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ എന്താണ് ഭഗവാന്റെ ഏറ്റവും ഭക്ത സേവക, ഏറ്റവും പ്രധാനപ്പെട്ട സേവകൻ അല്ലെങ്കിൽ ഫ്രണ്ട് അല്ലെങ്കിൽ ഭക്തന് എല്ലാമായിരുന്നു അർജുനൻ. ഇത് നമുക്കറിയാം, നരനാരായണന്മാരായിട്ടിരുന്നപ്പോഴേ അവരൊന്നായിരുന്നു ഇല്ലേ, അവരെപ്പോഴും കൂടെ ഉള്ളവരാണ്. അപ്പൊ അങ്ങനെ ആ അർജുനന്റെ പൗത്രനായ പരീക്ഷിത് മഹാരാജാവ് സ്വന്തം പിതാമഹനെ പോലെ തന്നെയുള്ള പരിശുദ്ധ ഭക്തനായിരുന്നു. അതിനേക്കാൾ അപ്പുറം എന്ന് വെച്ചാൽ ഗർഭത്തിൽ വെച്ച് തന്നെ ഭഗവാനെ കാണാൻ കഴിഞ്ഞ വ്യക്തിയായിരുന്നു ആരെ? പരീക്ഷിത് മഹാരാജാവ്. അപ്പൊ അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ടോ, ആ പരീക്ഷിത് മഹാരാജാവിന് ഇതെല്ലാം മറ്റുള്ളവരിൽ നിന്ന് കേട്ടുള്ള അറിവാണ്. അങ്ങനെ അദ്ദേഹം ഒരു നിസ്സഹായനായ ഗർഭസ്ഥ ശിശുവായി മാതൃഗർഭത്തിൽ ശയിക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ പഠിച്ച കഥയാ, അശ്വത്ഥമാവിന്റെ കത്തിജ്വലിക്കുന്ന അത്യുഗ്രമായ ബ്രഹ്മാസ്ത്രം കൊണ്ട് ആക്രമിക്കപ്പെടുകയും ഭഗവാന്റെ കൃപ കൊണ്ട് സംരക്ഷിക്കപ്പെടുകയും ചെയ്തു. അപ്പം ഭഗവാൻ എന്തെങ്കിലും ഒരു വാഗ്ദാനം കൊടുത്താൽ അത് സാധിക്കും. അതിനേക്കാൾ അപ്പുറമാണ് ഭക്തൻ കൊടുക്കുന്ന വാക്കിന്റെ വില എന്ന്. അതൊരിക്കലും നിരർത്ഥകമാകില്ല എന്നുള്ളതും അറിയാമായിരുന്നു ധർമ്മ വ്യക്തിത്വത്തിനെ. അഥവാ ധർമ്മരാജാവെ ഈ പരമാർത്ഥത്തെ അംഗീകരിച്ചു. അതാണ് ആ ഒരു രീതി അവിടെ പറഞ്ഞിരിക്കുന്നത്. ഹരേ കൃഷ്ണ. നമുക്കിനി അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. നവയം ക്ലേശബീജാനി യദസ്യോ പുരുഷർഷഭ പുരുഷം തം വിജാനീമോ വാക്യഭേദ വിമോഹിതാഃ. നവയം ക്ലേശബീജാനി യദസ്യോ പുരുഷർഷഭ പുരുഷം തം വിജാനീമോ വാക്യഭേദ വിമോഹിതാഃ. ന എന്ന് വെച്ചാൽ നെഗറ്റീവ് അർത്ഥം. ഞാൻ, വയം, നമ്മള്, ഞങ്ങളെ, നമ്മൾ എന്നൊക്കെ പറയും വയത്തിന്. വയം ക്ലേശബീജാനി, നമ്മുടെ ക്ലേശത്തിന് കാരണമായിട്ടുള്ളത്. യഥാ, എവിടെ നിന്ന്, ഒരു ചോദ്യമാണ്. യഥാ, എവിടെ നിന്ന്, സ്യുഹു എന്ന് പറഞ്ഞാൽ അതേ രീതിയിൽ സംഭവിക്കുന്നു. പുരുഷ ഇർഷഭ, അത് രണ്ടും കൂടെ ചേരുമ്പോ പുരുഷർഷഭ എന്ന് നമ്മൾ പറയും. പുരുഷ ഇർഷഭ, സർവ മനുഷ്യരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ളവൻ, പുരുഷന്മാരിൽ ശ്രേഷ്ഠൻ, അത്രയേ ഉള്ളൂ. പുരുഷം എന്ന് പറഞ്ഞാൽ വ്യക്തി, തം എന്ന് വെച്ചാൽ അത്, വിജാനീമ വിജാനീമാഹ എന്ന് പറഞ്ഞാൽ എനിക്കറിയാം, അറിയുക. വാക്യഭേദ വിമോഹിതാഹ, വാക്യഭേദം എന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന അഭിപ്രായ വ്യത്യാസം, തമ്മിൽ ഉണ്ടാവുന്ന അഭിപ്രായ വ്യത്യാസം. വിമോഹിതാഹ, സംഭ്രാന്തമായ, വിമോഹിക്കപ്പെട്ടു, സംഭ്രാന്തരായി തീർന്നു എന്നുള്ളതാണ്. ഹരേ കൃഷ്ണ. ശ്ലോകം വായിക്കൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 18. ന വയം ക്ലേശബീജാനി യദസ്യു പുരുഷർഷഭ പുരുഷം ത്വം വിജാനീമോ വാക്യഭേദ വിമോഹിതാഃ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. വിവർത്തനം. അല്ലയോ നരോത്തമ, നരോത്തമ എന്നിവിടെ വിളിക്കുകയാണ്. സൈദ്ധാന്തിക ദാർശനികന്മാരുടെ വിഭിന്ന അഭിപ്രായങ്ങളാൽ ആശയക്കുഴപ്പത്തിലായ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദുരിതങ്ങൾക്ക് കാരണക്കാരായ അക്രമിയെ ഖണ്ഡിതമായി തീർച്ചപ്പെടുത്താൻ അത്യന്തം പ്രയാസമാണ്. അപ്പൊ നമ്മളെ നരോത്തമ, നരന്മാരിൽ ഉത്തമനായിട്ടുള്ളവനെ എന്നുള്ള വിളിയാണ് ഇവിടെ വരുന്നത്. ഇത് ഏറ്റവും പ്രധാനമായിട്ട് പറയുകയാണ്. ഞങ്ങൾക്ക് യഥാർത്ഥത്തിൽ പല 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 ദുരിതങ്ങൾക്ക് കാരണക്കാരായ ആക്രമികളെ, അവരുടെ രീതികളെയോ അവർ ചെയ്യുന്നതിനോ അതിന് പ്രതികാരമോ ഒന്നും ചെയ്യാൻ ഞങ്ങൾക്ക് പ്രയാസമാണ്. കാരണം ദാർശനികന്മാരും ഇത് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ക്ലേശബീജാനി എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദുരിതങ്ങൾക്ക് മുഖ്യ കാരണം അത് സംഭവിക്കുന്നു. അതിന്റെ കാരണം എന്താണ്? അപ്പൊ അതിനെക്കുറിച്ചൊന്നും വ്യക്തമായ
കാര്യങ്ങൾ പറയാൻ. അപ്പൊ ഈ ദാർശനികന്മാരുടെ അഭിപ്രായം അനുസരിച്ച് അതിനകത്ത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വ്യത്യാസം വരും. ഓരോ ദാർശനികന്മാരെ ഓരോ രീതിയിൽ വ്യാഖ്യാനിക്കും. അതുകൊണ്ടാണ് അവിടെ വ്യത്യാസം വരുന്നത്. അപ്പൊ ഞങ്ങൾക്ക് അതിനെക്കുറിച്ചൊക്കെ തീർച്ചപ്പെടുത്തിയെടുക്കാൻ പ്രയാസമാണ് എന്നിവിടെ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇവിടെ നമ്മള് പല ജീവജാലങ്ങളുടെ ദുരിതങ്ങളെ കുറിച്ച്, അതിന്റെ കാരണങ്ങളെ കുറിച്ച്, അത് വിശേഷിച്ചും കർമ്മഫലങ്ങൾ എങ്ങനെയാണ് നമുക്ക് വന്നു ചേരുന്നത്, ജീവാത്മാക്കളിൽ ഉളവാക്കുന്ന കർമ്മഫലമനുസരിച്ച് നമുക്കറിയാം കർമ്മം വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ കർമ്മയോഗത്തിലാണ് ഭഗവാൻ തുടങ്ങിയിരിക്കുന്നത്, ഭഗവത്ഗീത അല്ലേ? അപ്പം കർമ്മയോഗത്തെ തന്നെ നമ്മൾ പലതായി തിരിക്കുന്നുണ്ട്. കർമ്മം ആദ്യം എന്താണ്? കർമ്മം ചെയ്യുക. അത് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇതായിട്ട് കർമ്മം ചെയ്യുന്നു. പിന്നെ അതിനെ കർമ്മത്തെ യോഗമാക്കി മാറ്റുക. അത് തന്നെ 2 തരത്തിലുണ്ട്. ഇതൊക്കെ നേരത്തെ പഠിച്ചിട്ടുള്ള സകർമ്മയോഗം അല്ലെ? എന്താണ്? കർമ്മയോഗത്തെ 2ആയി തിരിക്കാം. കർമ്മയോഗമാക്കി മാറ്റുക. അതിനെ തന്നെ 2ആക്കാം. എന്താണ്? സകർമ്മവും അകർമ്മവും എന്ന് 2ആക്കി മാറ്റാം. അപ്പം ആ കർമ്മയോഗത്തിൽ തന്നെ കർമ്മം ചെയ്യണമെന്ന് ഏറ്റവും ആഗ്രഹമുള്ളതിനെ സകർമ്മയോഗികൾ. കർമ്മത്തിന്റെ ഫലം എനിക്ക് വേണ്ട, അത് ഭഗവാനിൽ സമർപ്പിക്കാൻ കഴിയണമെന്നുള്ളതിനെ കർമ്മയോഗികളെന്നും പറയുന്നു. അങ്ങനെ ഇത് പല കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ജീവജാലങ്ങൾക്ക് ദുരിതം വരുന്നതിനെ കുറിച്ച്, കർമ്മഫലങ്ങൾ വിഭിന്ന ജീവാത്മാക്കളിൽ ഉളവാക്കുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ച് അവരവരുടേതായ കാര്യകാരണ സിദ്ധാന്തങ്ങൾ ആവിഷ്കരിക്കുന്ന നിരവധി സൈദ്ധാന്തിക ദാർശനികന്മാർ ഈ ലോകത്തിലുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പം പല സിദ്ധാന്തങ്ങൾ പ്രകടിപ്പിക്കുന്ന ദാർശനികന്മാരായ ആളുകൾ ഈ ലോകത്തിൽ ഉണ്ടെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മളെ നേരത്തെ നമ്മുടെ ബുക്കുകളെ കുറിച്ചും നമ്മൾക്കുണ്ടായിരിക്കുന്ന സൈദ്ധാന്തികമായിട്ടുള്ള കാര്യത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ ശ്രുതികളെ കുറിച്ചും സ്മൃതികളെ കുറിച്ചും ഞാൻ തന്നെ എടുത്തിട്ടുള്ളതാണ് അല്ലെ? എന്താണ് ഈ ശ്രുതി, എന്താണ് ഈ സ്മൃതി? ആർക്കെങ്കിലും പറയാമോ? ശ്രുതി എന്ന് പറഞ്ഞാൽ നമ്മള് കേട്ട് പഠിക്കുന്നത് ശ്രുതി. സ്മൃതി പറഞ്ഞ ആചാര്യന്മാരിൽ കൂടെ ഓരോ ഗ്രന്ഥരൂപേണ അങ്ങനെയൊക്കെ നമ്മൾ അവരിൽ കൂടെ മനസ്സിലാക്കുന്നത്, ഗ്രന്ഥരൂപേണയൊക്കെ മനസ്സിലാക്കുന്നത് സ്മൃതി. കാരണം ശ്രുതി എന്ന് പറയുമ്പോഴേ നമ്മുടെ ഡീപ്പ് മെഡിറ്റേഷനിൽ, ആചാര്യന്മാരുടെ ഡീപ്പായിട്ടുള്ള മെഡിറ്റേഷനില് റിവീലാകുന്ന സത്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ശ്രുതികൾ എന്ന് പറയുന്നത്. ആ ശ്രുതികളെ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് എഴുതി വെച്ചിട്ടുള്ള ഒന്നല്ല, മറ്റുള്ളവരിൽ നിന്ന് അത് കേട്ടു പഠിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ശ്രുതികൾ കേട്ടു പഠിക്കുന്നതാണ്. പിന്നെ സ്മൃതി എന്ന് പറയുമ്പോഴേ നമ്മൾ ഭഗവാന്റെ അന്തരംഗ നിർദ്ദേശം അനുസരിച്ച് മുനിമാരിൽ പ്രകടമായി കിട്ടുന്നതാണ് സ്മൃതി എന്ന് പറയുന്നത്. അത് എഴുതപ്പെടും. അപ്പം സ്മൃതിയുമുണ്ട്, ശ്രുതിയുമുണ്ട്. കേട്ടു പഠിക്കുന്നത് കൊണ്ട് നമ്മൾക്ക് മറ്റുള്ളവരിൽ നിന്ന് എഴുതപ്പെട്ട് കിട്ടുന്നതും ഉണ്ട്. എന്ന് വെച്ചാൽ ഓർമ്മയിൽ നിന്ന് വരുന്നവ എന്നുള്ളതാണ് സ്മൃതി. അപ്പം ആ ഒരു 2 ഭാഗമായിട്ടാണ് നമ്മുടെ ബുക്കുകളെ തിരഞ്ഞെടുത്തിട്ടുള്ള. ശ്രുതി സ്മൃതി പുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത് പാദശങ്കരം ലോകശങ്കരം എന്നൊക്കെ പറയും അല്ലെ? അപ്പൊ ശ്രുതിയുമുണ്ട്, സ്മൃതിയുമുണ്ട്. അതിലെ കർമ്മകാണ്ഡത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ജ്ഞാനകാണ്ഡത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, പല കാര്യങ്ങൾ അതിലുണ്ട്. അപ്പം ശ്രുതി എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു, സ്മൃതി എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക. പിന്നീട് അതിൽ ഏതൊക്കെയാണ് നമ്മുടെ കർമ്മകാണ്ഡത്തിൽ വരുന്ന മുനിമാർ എഴുതുന്നത് എന്തൊക്കെയാണ്, എഴുതിയിട്ടുള്ളത് എന്തൊക്കെയാണ്, നമുക്ക് ഏതൊക്കെ വരും എന്നുള്ളതാണ്. സ്മൃതി എന്ന് പറയുമ്പോൾ സെക്കൻഡറി സ്ക്രിപ്റ്റേഴ്സ് ആണ്. അതുപോലെ സ്മൃതി ഫസ്റ്റ് ഉള്ള സ്ക്രിപ്റ്റേഴ്സ് ശ്രുതികളാണ് എന്നൊക്കെ പറയും. സനാതനധർമ്മത്തിൽ പ്രൈമറി സ്ക്രിപ്റ്റേഴ്സും ഉണ്ട്, സെക്കൻഡറി സ്ക്രിപ്റ്റേഴ്സും ഉണ്ട്. പ്രൈമറി സ്ക്രിപ്റ്റേഴ്സ് എന്ന് പറയുന്ന ശ്രുതിയാണ്, സെക്കൻഡറി സ്ക്രിപ്റ്റേഴ്സ് എന്ന് പറയുന്ന സ്മൃതിയാണ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ സംഹിതകളുണ്ട്. എന്തൊക്കെയാണ്? കർമ്മകാണ്ഡത്തിൽ വരുന്ന സംഹിതകളുണ്ട്. സംഹിത എന്ന് പറയുമ്പോൾ എന്തൊക്കെയാ വരുന്നത്? വേദങ്ങളുടെ ഫസ്റ്റ് പാർട്ട്, മന്ത്രങ്ങള്, കീർത്തനങ്ങള്, ശ്ലോകങ്ങള്, അനുഗ്രഹങ്ങള്, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് മന്ത്രസ് എല്ലാം സംഹിതകളിൽ വരും. അതുപോലെ ബ്രാഹ്മണങ്ങൾ എന്ന് പറയും, അത് വേദത്തിന്റെ സെക്കൻഡ് പാർട്ടാണ് ബ്രാഹ്മണങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ മന്ത്രത്തിന്റെ എലാബറേറ്റ് ആയിട്ടുള്ള എക്സ്പാൻഷൻ ആണത്.
അതെ. പിന്നെ അതില് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? യജ്ഞം എങ്ങനെ നടത്തണം, ആചാരം എങ്ങനെ ആചരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഓരോ വേദത്തിനും 2 ബ്രാഹ്മണങ്ങൾ വീതമുണ്ട്. അതുപോലെ ഓരോ വേദത്തിനും സംഹിതകളുണ്ട്. അപ്പം ഋഗ്വേദം എടുത്തു കഴിഞ്ഞാൽ ഋഗ്വേദത്തിന് 2 ബ്രാഹ്മണങ്ങളുണ്ട്. അതിനെ നമ്മൾ ഐത്തരീയ ബ്രാഹ്മണ, അതുപോലെ സാഖ്യായന ബ്രാഹ്മണ എന്നൊക്കെ പറയും. നമുക്ക് അത്രയൊന്നും ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട കാര്യമില്ല. സംഹിതകളും ബ്രാഹ്മണങ്ങളും വേദത്തെ പറ്റി ഉണ്ട്. അത് ഓരോന്നിനെ കുറിച്ചും നമുക്ക് വിശദീകരിച്ച് തരുന്നു. പിന്നെ നമ്മൾ കേട്ടുള്ള ആരണ്യകങ്ങളുണ്ട്. ആരണ്യകം എന്ന് പറയുമ്പോൾ 3rd പാർട്ട് ഓഫ് ദി വേദാസ്. വേദത്തിനെ 3 ഭാഗങ്ങളായി തിരിച്ചിട്ട് ഫസ്റ്റ് പാർട്ട് സംഹിതകള്, 2nd പാർട്ട് ബ്രാഹ്മണങ്ങള്, അതുപോലെ 3rd പാർട്ട് എന്ന് പറയുമ്പോൾ ആരണ്യകങ്ങൾ എന്ന് പറയും. അങ്ങനെ പലതായിട്ട് തിരിച്ചിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് എന്തുണ്ട്? മഹാവാക്യങ്ങളുണ്ട്. പിന്നെ എത്ര ഉപനിഷത്തുണ്ട് നമുക്ക്? ഉപനിഷത്ത്, ഉപ എന്ന് പറഞ്ഞാൽ നിയർ എന്നുള്ള അർത്ഥമാണ്. ഉപ, നിയർ, നിഷത്ത്. നീ എന്ന് വെച്ചാൽ താഴെ, ഷട്ട് എന്ന് വെച്ചാൽ ഇരിക്കുക എന്ന് വെച്ചാല് താഴെ ഇരുന്നു കൊണ്ട് ഗുരുവിനോട് ചോദിച്ച് ഗുരുവിൽ നിന്ന് കാര്യങ്ങൾ ഗ്രഹിക്കുക. ഉപ, നീ, ഷത്ത് എന്നാ 3ആയി തിരിക്കുക ഉപനിഷത്തിനെ. ഉപ മീൻസ് നിയർ, നീ മീൻസ് ഡൗൺ, അതുപോലെ ഷട്ട് മീൻസ് ടു സിറ്റ്, തൊട്ടടുത്തിരുന്നു കൊണ്ട്. കാരണം അത്രമാത്രം പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് പറയുന്നത് തൊട്ടടുത്തിരുന്നു കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ ശ്രമിക്കുന്നതിനാണ് ഉപനിഷത്ത് എന്ന് പറയുന്നത്, ഉപനിഷത്ത്. അപ്പം 108 ഉപനിഷത്തുകൾ തന്നെ നമുക്കുണ്ട്. 108. അപ്പം വേദം മനസ്സിലാക്കാനായിട്ട്, വേദം വളരെ കടുകട്ടിയായതുകൊണ്ട് അതിനെ കുറച്ചുകൂടി മനസ്സിലാക്കാനായിട്ട് ഉപനിഷത്ത് എഴുതിയിരുന്നു, ഉപനിഷത്ത്. അപ്പം 108 ഉപനിഷത്തുക്കളുണ്ട്. പിന്നെ നമുക്ക് എന്തുണ്ട്? പുരാണങ്ങളുണ്ട്, അല്ലേ? അപ്പം വേദങ്ങൾ, ഉപനിഷത്തുക്കൾ, പുരാണങ്ങൾ. ഉപനിഷത്ത് എന്ന് വെച്ചാൽ അർത്ഥം എന്താണെന്ന് മനസ്സിലായല്ലോ. ഉപ മീൻസ് വളരെ അടുത്ത്, നീ മീൻസ് എന്ത് ചെയ്യാണ്? നീ മീൻസ് താഴെ, ഷട്ട് എന്ന് പറഞ്ഞാൽ ഇരിക്കുക, ഉപനിഷത്ത്. അപ്പൊ 108 ഉപനിഷത്തുക്കളുണ്ട്. അതിനെ നമ്മൾ വേറൊരു പേര് പറയും, എന്താണ്? വേദാന്തങ്ങൾ എന്ന് പറയും, വേദാന്തങ്ങൾ. അപ്പം വേദം, വേദാന്തം, മനസ്സിലായല്ലോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് മഹാവാക്യങ്ങളുണ്ട്. ഒരുപാട് മഹാവാക്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ അതിനെയെല്ലാം തെറ്റിദ്ധരിച്ചാണ് മനസ്സിലാക്കിയത് എന്ന് മാത്രമേ ഉള്ളൂ. എന്തൊക്കെയാണ്? അയം ആത്മാ ബ്രഹ്മ, തത്വമസി, പ്രജ്ഞാനം ബ്രഹ്മ, സർവം ഖല്ലുമിതം ബ്രഹ്മ. അങ്ങനെ പല പിന്നെ ഒരുപാട് എന്തുണ്ട്? പുരാണങ്ങളും ഉണ്ട്. അങ്ങനെ പല പിന്നെ ഉപവേദങ്ങളുണ്ട്, പിന്നെ ഗാന്ധർവ വേദങ്ങളുണ്ട്, ആയുർവേദമുണ്ട്. അങ്ങനെ പിന്നെ നമുക്ക് എന്തുണ്ട്? ഇതിഹാസങ്ങളുണ്ട്. അതൊക്കെ എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്ന, അവിടെ ഞാൻ ചോദിക്കുന്നില്ല. ഇതിഹാസങ്ങളുണ്ട്. ഏതൊക്കെയാ ഇതിഹാസം നമ്മുടേത്? ഇതിഹാസവും പുരാണവും? മഹാഭാരതം, മഹാഭാരതം, പുരാണങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്. അത് ഹിസ്റ്റോറിക്കൽ റീഡിങ്സ് ആണ് പുരാണം എന്ന് പറഞ്ഞാൽ. പിന്നെ പഞ്ചരാത്രങ്ങളുണ്ട് എന്ന് വെച്ചാൽ എന്താണ്? ഡെയ്റ്റി വർഷിപ്പ്, അല്ലേ? അപ്പൊ നമ്മൾക്ക് മെയിൻ പുരാണാസ് ഒക്കെ നിങ്ങൾക്ക് അറിയാൻ ഇപ്പൊ നമ്മുടെ ശ്രീലപ്രഭുപാദരുടെ ബുക്ക് വായിക്കുന്നത് കൊണ്ട്, ശ്രീലപ്രഭുപാദിക്ക് ജയ്, നമുക്ക് അദ്ദേഹത്തിന്റെ രമപുരാണം, പത്മപുരാണം, വിഷ്ണുപുരാണം, ശിവപുരാണം, അങ്ങനെ വേണ്ട എല്ലാ പുരാണത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു വാക്കെടുത്തിട്ട് നമുക്ക് തന്നിട്ടുണ്ട് നമ്മുടെ ഭഗവത്ഗീതയിലെ എക്സ്പ്ലനേഷനകത്തും ഭാഗവതത്തിലെ എക്സ്പ്ലനേഷനകത്തും. അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് പേരൊക്കെ അതിനകത്തുനിന്ന് കിട്ടും. പിന്നെ മനുസ്മൃതിയുണ്ട്, ധർമ്മശാസ്ത്രങ്ങൾ, ആചാരത്തെക്കുറിച്ചും വ്യവഹാരത്തെക്കുറിച്ചും പറയുന്ന മനുസ്മൃതി, അതൊക്കെയുണ്ട്. യാജ്ഞവൽക്യ സ്മൃതി, നാരദ സ്മൃതി, വിഷ്ണു പുരാണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നീടാണ് എന്താണ്? ആഗമവും തന്ത്രവും ഒക്കെ വന്നു. ശൈവിസം, വൈഷ്ണവിസം, ശക്തിസം ഒക്കെ വന്നു. പിന്നെ നാസ്തിക ഭാവം ഉദിച്ചു. അങ്ങനെ പിന്നെ ദർശനങ്ങൾ ഇങ്ങോട്ട് വന്നു. നമുക്ക് പഠിക്കാനുള്ളത് ദർശനത്തെ കുറിച്ചാണ് നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദർശനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഞാൻ അതിനൊരു ഇൻട്രൊഡക്ഷൻ തന്നു എന്നേ ഉള്ളൂ, ബാക്കിയുള്ള കാര്യങ്ങൾ. അപ്പം ദർശനം വൈശേഷിക ദർശനത്തിന്റെ, അഥവാ എന്തുവാ ഈ ദർശനം എന്ന് പറഞ്ഞാൽ? ഓരോ അവർക്ക് കിട്ടുന്ന തത്വശാസ്ത്രത്തിന്റെ പോയിന്റിനെയാണ് നമ്മളിവിടെ ദർശനമെന്ന് പറയുന്നത്. അപ്പം തത്വശാസ്ത്രത്തിന്റെ രചയിതാവായിരുന്നു കണാദൻ. അതുപോലെ തർക്കശാസ്ത്രത്തിന്റെ അഥവാ ന്യായശാസ്ത്രത്തിന്റെ രചയിതാവ് ഗൗതമൻ. പിന്നെ അങ്ങനെ അപൂർവജ്ഞാനികൾക്ക് മാത്രം സുഗ്രാഹ്യമായ നിഗൂഢാർത്ഥം ഉൾക്കൊള്ളുന്ന അഥവാ ദിവ്യരഹസ്യങ്ങൾ ഉൾക്കൊള്ളുന്ന യോഗശാസ്ത്ര രചയിതാവ് പതഞ്ജലി. എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ പതഞ്ജലിയെ കുറിച്ച്. സാങ്ഖ്യദർശനത്തിന്റെ രചയിതാവ് ആരാണെന്ന് നമുക്കറിയാം. ഭാഗവതത്തിലെ ആരാണ്?
കപില കപിൽ മഹർഷി ആ കപില 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 ഭഗവാൻ. മഹർഷി. കർമ്മമീമാംസയുടെ രചയിതാവ് ജൈമിനി, അതുപോലെ വേദാന്ത ദർശനത്തിന്റെ രചയിതാവായ വ്യാസദേവൻ. ഇവരെല്ലാം നമ്മൾ എടുത്തിരിക്കുന്നത് വ്യാസദേവന്റെ ബുക്കുകളാണ് നമ്മൾ കൂടുതലും പഠിക്കുന്നത്. അപ്പൊ ഈ പല തത്വശാസ്ത്രങ്ങൾ, പല ദാർശനികന്മാരെ പല രീതിയിൽ ഓരോന്നിനെയും പറയുന്നുണ്ട്. ന്യായം ഗൗതമനാണ്, വൈശേഷികം കനാടനാണ്, സാഖ്യം കപിലനാണ്, യോഗത്തെ കുറിച്ച് പറഞ്ഞേക്കുന്ന പതഞ്ജലിയാണ്, പൂർവമീമാംസ ജൈമിനിയാണ്, ഉത്തരമീമാംസ വ്യാസദേവനാണ്. അങ്ങനെ പലതായിട്ട് ഒരു നമ്മുടെ ദാർശനിക പറഞ്ഞാലും തീരത്തില്ല എന്നുള്ളതാണ്. അത്രമാത്രം കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ നമുക്ക് പഠിച്ചെടുക്കാൻ ഒരു ജന്മം കൊണ്ടോ നമുക്ക് ഇതൊന്നും തീർത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. നമ്മുടെ ഓരോന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പൂർവ്വജന്മകൃതം പാപം എന്നൊക്കെ പറയുന്ന എവിടെ നിന്നാണ് നമുക്കിത് കിട്ടുന്നത്? അപ്പൊ അതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഓരോരുത്തരും എഴുതി വെച്ചിരിക്കുന്ന ദാർശനിക ഭാവത്തിൽ നിന്ന് നമ്മളിലേക്ക് കിട്ടുന്നതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും. അപ്പൊ ഓരോന്നിനെ കുറിച്ച് പറയുകയാണ് ഇവിടെ. അങ്ങനെ ഓരോരുത്തർക്കും. അപ്പൊ ഇവിടെ എന്തുകൊണ്ട് പറഞ്ഞു, ഓരോ മനുഷ്യനും ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാതെ പ്രവർത്തിച്ചാൽ അതിന് തക്ക ശിക്ഷ കൊടുക്കാനായിട്ട് നമ്മുടെ ആചാര്യന്മാരായ കനാടനായാലും കപിലനായാലും പതഞ്ജലി ആയാലും ശരി, ആരായാലും ശരി, അവരെല്ലാം അതിൻ്റെതായ ഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട്. അവരുടെ ദാർശനിക ഭാവം അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പം ഇവിടെ അതിനെക്കുറിച്ചൊന്ന് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. ഋഷഭത്തിനും അഥവാ ധർമ്മ വ്യക്തിത്വത്തിനും അതുപോലെ ഗോമാതാവിനും അഥവാ ഭൂമിദേവിക്കും അവരുടെ മുഖ്യ കാരണം, അവരുടെ ദുരിതങ്ങൾ വരാൻ കാരണം കലിസത്വമാണെന്നറിയാം. അവർക്കറിയാം കലി കാരണമാണ് ഞങ്ങൾക്ക് ഈ ദുരിതം ഉണ്ടാകുന്നതെങ്കിലും ഭഗവത് ഭക്തരായതുകൊണ്ട് ഭഗവാന്റെ അനുമതി വേണം അവരെ ശിക്ഷിക്കണമെന്നുണ്ടെങ്കിൽ എന്നുള്ളത്, അതിനെക്കുറിച്ച് അവർക്ക് പൂർണ്ണ ബോധ്യമുള്ളവരായിരുന്നു. അപ്പൊ നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ്, നമ്മൾ ഏത് രീതിയിൽ ജീവിക്കണം, എങ്ങനെയാണ് കഴിയേണ്ടത്, ഇതിനെക്കുറിച്ചൊക്കെ നമുക്കൊരറിവ് നമുക്ക് എവിടുന്ന കിട്ടുന്നതെന്ന് പറഞ്ഞാൽ, ഇതിനു മുമ്പൊക്കെ ഉള്ള ആൾക്കാർ പഠിച്ചല്ലേ, ഇപ്പൊ കുറേക്കൊക്കെ പഠിക്കാനുള്ള സാഹചര്യങ്ങൾ വരുന്നുണ്ട്. നേരത്തെയൊക്കെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമ്മുടെ അച്ഛനും അമ്മയും അപ്പൂപ്പനോ ഒക്കെ നമുക്ക് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. കാരണം അവരും കേട്ടുപഠിച്ചതാണ്. ഇങ്ങനെയുള്ള ആചാര്യന്മാരിൽ നിന്ന് കേട്ടുപിടിച്ച കാര്യങ്ങളെ ശരിക്കും നമുക്ക് മനസ്സിലാക്കി തരുന്നതായിരുന്നു. അപ്പൊ ഇവിടെയും ഭഗവത് ഭക്തരായാൽ ഭഗവാന്റെ അനുമതി കൂടാതെ ഇവരെ ക്ലേശിപ്പിക്കാൻ കഴിയില്ല. ഇവർ ചെയ്യുന്നത് തെറ്റാണെന്ന് അറിയാമെങ്കിൽ പോലും ഭഗവത് അനുമതി അവർക്ക് വേണമായിരുന്നു. അപ്പം നാം പാപം വിതച്ച് സമ്പുഷ്ടമാക്കുന്നതാണ് നമ്മുടെ പ്രശ്നങ്ങൾ കാരണമെന്ന് പത്മപുരാണം പറയുന്നു. നമുക്ക് എന്തെല്ലാം കഷ്ടതകൾ വരുന്നു, അതെല്ലാം നമുക്ക് പൂർവജന്മകൃതം പാപം എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമ്മുടെ കഷ്ടതകൾക്കെല്ലാം കാരണമായി നിൽക്കുന്നത് അതാണ്, പൂർവജന്മകൃതം പാപം. അപ്പൊ ആ പാപവിത്തുകൾ പോലും ശുദ്ധ ഭക്തിയുത സേവനാനുഷ്ഠാനത്തിലൂടെ ക്രമേണ മാഞ്ഞു പോകുന്നു. നമ്മൾ ശരിക്കും ഭക്തിയുത സേവന ആചരിക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ പാപവിത്തുകളെ എല്ലാം മാറ്റിക്കളയാൻ കഴിയും. അങ്ങനെ അതുകൊണ്ട് ഭക്തര് ദേഷ്യപ്പെടുന്നവരെയും വഴക്കിടുന്നവരെയും വഴക്കാളികളെയും ഒക്കെ കണ്ടു കഴിഞ്ഞാല് പീഡനങ്ങൾക്ക് അവരെ കുറ്റപ്പെടുത്താൻ പോവുകയില്ല. കാരണം ഇത് യഥാർത്ഥ ഭക്തന്റെ കാര്യമാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നാൽ തിരിച്ചടിക്കണ്ടേ, തിരിച്ചു കൊടുക്കണ്ടേ എന്ന് തീർച്ചയായും ചോദിക്കും. നമ്മള് ബൈബിളിലൊക്കെ എന്താണ് ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, ഒരു കർണത്തടിക്കുന്നവന് മറ്റേ കർണവും കാണിച്ചു കൊടുക്കണമെന്ന് പറയും. വെറുതെ അല്ല, ഇതെല്ലാം നമ്മുടെ ബുക്കുകളിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അപ്പൊ കലാപം ഉണ്ടാക്കുന്നവർ അപ്രകാരം പ്രവർത്തിക്കുന്നതിന് പരോക്ഷമായ കാരണങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അതിന് ഭക്തരായിട്ടുള്ള ശുദ്ധ ഭക്തരുടെ കാര്യമാണ്, നമ്മളെ പോലുള്ളവരുടെ കാര്യമൊന്നും അല്ല പറയുന്നത്. നമുക്കാണെങ്കിൽ നമ്മളെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഉടനെ മറുപടി കൊടുത്തില്ലെങ്കിൽ നമുക്ക് ഇരിക്കപ്പെടുകയില്ല, അല്ലേ? നമുക്ക് അപ്പം നമ്മുടെ മനസ്സ് അസ്വസ്ഥമാകില്ലേ? നമ്മളെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു, അപ്പൊ അത് എന്തുകൊണ്ടാണ് ഞാനത് ചെയ്തതെന്ന് ഉടനെ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പോകും, അല്ലെ? അപ്പൊ അതൊന്നും ചെയ്യാതെ ശുദ്ധഭക്തരാണെങ്കിൽ ഇതെല്ലാം ഞാൻ ചെയ്ത കർമ്മഫലമാണ് എന്ന്, പൂർവജന്മകൃതം പാപം എന്ന് അവർ അംഗീകരിക്കുന്നു. ആകയാൽ അവർ ക്ലേശങ്ങൾ എന്തെല്ലാം വരുമ്പോഴേ അതെല്ലാം ഭഗവാൻ തനിക്ക് തരുന്നതാണ്, ഭഗവാന്റെ സ്വന്തമല്ല, എന്റെ കൃതമാണ് എന്നവർ അംഗീകരിക്കുകയും ക്ലേശങ്ങൾ അങ്ങനെ അവര് അതിനെ ക്ഷമിക്കുകയും ചെയ്യുകയാണ് എന്നിവിടെ പറഞ്ഞു തന്നിരിക്കുകയാണ് നമുക്ക്. അപ്പം
ജീവഗോസ്വാമി പറയുന്നുണ്ട്, ദാർശനികമാർ സ്വയം വിഹ്വലരാണ്. ആകയാൽ സർവകാരണങ്ങളുടെയും പരമകാരണം പരമദിവ്യോത്തമ പുരുഷൻ ശ്രീകൃഷ്ണ ഭഗവാനാണെന്ന് അവർ അറിയാത്തതാണ് അവരുടെ ഈ ദുഃഖങ്ങൾക്കെല്ലാം കാരണമെന്ന് പറയുന്നു. അപ്പൊ അവിടെ അന്യായം കാണിക്കുന്ന പ്രഭാതര് പറഞ്ഞേക്കുന്ന വാക്ക് തന്നെ, തെമ്മാടികൾക്കെതിരായി ഒരു അന്യായ പ്രസ്താവന ലഭിക്കണമെന്ന് പരീക്ഷിത് മഹാരാജാവ് ആഗ്രഹിച്ചു. അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ എന്തുകൊണ്ട് പരീക്ഷിത്ത് അത് ചെയ്തു എന്ന് നിങ്ങൾക്ക് ഇപ്പൊ ചോദിക്കാം. പരീക്ഷിത്ത് ചെയ്യാൻ കാരണം, പരീക്ഷിത്ത് സ്വന്തം ബന്ധുക്കൾക്കോ തന്റെ മക്കൾക്കോ അല്ലെങ്കിൽ ഒന്നും അല്ല ചെയ്യുന്നത്. ഒരു രാജാവിന്റെ റെസ്പോൺസിബിലിറ്റിയാണ് അത് ചെയ്തിരിക്കേണ്ടത്. അതുകൊണ്ട് പരീക്ഷിത്തത് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മള് എന്തെല്ലാം ചെയ്യുന്നു അതൊക്കെയും എന്തായിരിക്കണം? ഒരു രാജാവ് ചെയ്യുന്നത് എപ്പോഴും പ്രജകൾക്ക് വേണ്ടിയാകാം. ഒരു യഥാർത്ഥ ഭക്തൻ എപ്പോഴും തനിക്ക് വരുന്ന ദുരിതങ്ങളെ കുറിച്ച് കണക്കാക്കുകയില്ല. തനിക്ക് എന്തെല്ലാം ദുരിതം വന്നാലും ശരി, അതൊക്കെ ഭഗവാൻ തരുന്നതായിട്ട് മനസ്സിലാക്കിയെടുക്കാനുള്ള ഒരു മനസ്സ് ആ ഒരു ഭക്തനിൽ ഉണ്ടായിരിക്കും. അതാണ് ഭാഗവതത്തിൽ നമ്മൾക്ക് ബ്രഹ്മ പ്രേയേഴ്സ്, നമ്മള് ഈ കാർത്തിക മാസത്തിൽ എല്ലാവരും വായിക്കേണ്ടതാണ് ബ്രഹ്മാവിന്റെ പ്രേയേഴ്സ്. അതിനകത്ത് തത്തേനു കമ്പാംസു സമീക്ഷമാണോ ഭുഞ്ചാനമേവാത്മകൃതം വിഭാഗം ഹൃത് വാക് ബഭുർ ഫിർ വിദധൻ നമസ്തേ ജീവേദയോ മുക്തിപദേ സദായ. തത്തേനു കമ്പാംസു സമീക്ഷമാണോ, കാരണം എനിക്ക് ഈ വന്നിരിക്കുന്നതെല്ലാം തന്നെ എന്തുള്ളതാണ്? ഞാൻ ചെയ്ത കർമ്മഫലമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, തത്തേന് കമ്പാംസ സമീക്ഷമാണോ പുഞ്ചാനം ഏവാത്മകൃതം വിഭാഗം, ഞാനാണ് ഇതിനെല്ലാം കാരണക്കാരൻ. ഏവാത്മകൃതം വിഭാഗം, അങ്ങനെ വന്നിരിക്കുന്ന ഈ കർമ്മങ്ങളെല്ലാം ഞാൻ അനുഭവിക്കുകയാണ്. എങ്ങനെ? അതിനെയെല്ലാം ഞാൻ, ഭഗവാനാണ് ഫലം തരുന്നതെങ്കിലും അത് ഭഗവാൻ സ്വന്തമായിട്ട് തരുന്നതല്ല, എൻ്റെ കർമ്മഫലമായിട്ട് കിട്ടുന്നതാണ്. അപ്പൊ ഞാൻ ഇന്നത് ചെയ്താൽ, എനിക്കിപ്പം 100 മാർക്കിന്റെ ഒരു ആൻസർ എഴുതിയാല് എനിക്ക് ആ 100 മാർക്ക് നല്ലതായിട്ട് എഴുതിയാലേ കിട്ടത്തുള്ളൂ. അതിനകത്ത് എന്തെങ്കിലും തെറ്റ് വന്നാൽ അത് കുറയും, അല്ലെ? അതുപോലെ ഞാൻ നല്ലത് മാത്രം ചെയ്തിരുന്നെങ്കിൽ എനിക്ക് നല്ല ജീവിതം കിട്ടിയെന്ന്. ഞാൻ ആ നല്ലതിൻ്റെ കൂടെ എന്തെല്ലാം തെറ്റുകൾ ചെയ്തു, അതുകൊണ്ട് അതിന്റെ ഫലം ഭഗവാൻ എനിക്ക് തരികയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട്, വളരെ നമ്മൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഓർത്തിരിക്കേണ്ട ഒരു ശ്ലോകവും ബൈഹാർട്ട് ചെയ്യേണ്ട ശ്ലോകം. തത്തേന് കമ്പാംസ സമീക്ഷമാണോ ഭുഞ്ചാന ഏവാത്മകൃതം വിഭാഗം. നമുക്ക് ദുഃഖം വരുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട വാക്കാണ് ഏവാത്മകൃതം വിഭാഗം. ഹൃത് വാക് ബഭുർഭിർ വിധനൻ നമസ്തേ. ഞാൻ എൻ്റെ ഹൃദയത്താലും എൻ്റെ വാക്കുകളാലും എൻ്റെ ശരീരത്താലും എന്ന് വേണ്ട എല്ലാ വിധത്താലും ഞാൻ എന്ത് ചെയ്യും? അതിനെ സ്വീകരിക്കുന്നു. ബഹുർവിധനൻ നമസ്തേ ജീവേദയോ മുക്തിപദേ സദായി. എപ്പോഴാണോ എൻ്റെ ഭഗവാന് മുക്തിപദം തരാൻ തോന്നുന്നത്, എപ്പോഴാണോ എൻ്റെ ഭഗവാൻ അത് തരേണ്ട കാര്യമില്ല, അത്രമാത്രം തെറ്റുകളാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ തെറ്റുകൾക്കെല്ലാം അങ്ങ് ശിക്ഷ തരാൻ തയ്യാറാകുന്നു. അങ്ങനെ കിട്ടുന്നതാണ്, അതിന്റെ ഒരംശമാണ് എനിക്ക് തരുന്നത്, ഒരംശമാണ് തരുന്നത്. കാലിലെ പൊടി പോലെ ഒരംശം. അതിലൊക്കെ എത്രയോ വലിയ തെറ്റുകൾ ജന്മജന്മാന്തരങ്ങളായി ഞാൻ ചെയ്തിരിക്കുന്നു. എത്രയോ മനുഷ്യജന്മം നമ്മളിപ്പോ എടുത്തിട്ടുണ്ട്. ആ മനുഷ്യജന്മം എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വേറെ എന്തെങ്കിലും എവിടെ പോയിട്ടുണ്ട്? എത്ര നാള് നമ്മള് നരകത്തിൽ കിടന്നിട്ടുണ്ട്. ആ നരകത്തിൽ നിന്ന് പിന്നെയും പോക്കിയെടുത്ത് ഇപ്പോഴതാ ഇവിടെ മനുഷ്യജന്മം തന്നിരിക്കുന്നു. ഇതിലും നമ്മൾ നല്ലത് മാത്രമാണോ ചെയ്യുന്നത്? അങ്ങനെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിന്റെ കോടാനുകോടി ജന്മങ്ങളായിട്ട് ചെയ്തു പോയിട്ടുള്ളവയുടെ ഒരംശമാണ് അങ്ങ് എനിക്ക് തരുന്നത്. അതും അങ്ങക്ക് ഇനി എന്നാണോ അകാരണമായിട്ട് കൃപ തോന്നിയിട്ട് എൻ്റെ ഞാൻ ചെയ്തു പോയ തെറ്റുകളെല്ലാം മറന്നിട്ട് എന്നെ ഉയർത്തിയെടുക്കാൻ എപ്പോഴാണോ വഴിയുണ്ടാകുന്നത് അന്ന് വരെ ഞാൻ കാത്തിരിക്കാൻ തയ്യാറാണ്. നിവേദയോ മുക്തിപദേശ. അങ്ങ് എന്നാണോ അതിന് തയ്യാറാണ് അതുവരെ ഞാൻ അങ്ങയെ ചോദ്യം ചെയ്യില്ല എന്ന് പറയുകയാണ്. അപ്പൊ അത്രമാത്രം ഒരു ഭക്തന്റെ വാക്കുകൾ അത്രമാത്രം ഇതായിരിക്കണം ഭഗവാനോട് പറയുന്നത്. കാരണം നമ്മൾ ചെയ്തു പോയി, നമുക്കറിയില്ല നമ്മൾ എന്തൊക്കെ ചെയ്തു എന്നുള്ളത്. ചെയ്തു പോയതിന് അതിൽ നിന്ന് എന്നെ രക്ഷിക്കണേ. തത്തേന കമ്പാംസു സമീക്ഷമാണോ പുഞ്ചാനമേവാത്മകൃതം വിഭാഗം വിദധൻ നമസ്തേ ജീവേദയോ മുക്തിപദേ സദായ. കഴിഞ്ഞ ദിവസം ഞാനൊരു ശ്ലോകം നിങ്ങളോട് പ്രധാനമാണ് പഠിക്കാൻ പറഞ്ഞിരുന്നു, നളകൂപരന്മാരുടെ. ആരൊക്കെ പഠിച്ചു? അത് ആരെങ്കിലും പഠിച്ചോ? അത്
ആരെങ്കിലും അത് കേട്ടോ? അത് ശ്രദ്ധിച്ചോ? ഏതാണ് ആ ശ്ലോകം? വാണീ ഗുണാനി കഥനേ ശ്രവണൗ കഥായ ഹൗസ്തൗജ കർമ്മസു മനസ്സവഹ പാദയോർന സ്മൃത്യാം ശിരസ്തവ നിവാസ ജഗത് പ്രണാമേ ദൃഷ്ടി സദാം ദർശനേസ്തു ഭവദ്ധന്യൂമ. അല്ലെ? വാണീ ഗുണാനി കഥനേ, ഞങ്ങളുടെ എന്താണ് വാക്കുകൾ സദാ അങ്ങയുടെ ഗുണങ്ങൾ കീർത്തിക്കുന്നതാകട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഞങ്ങളുടെ ചെവികൾ സദാ അങ്ങയുടെ കീർത്തനങ്ങൾ ശ്രവിക്കട്ടെ. കൈകാലുകളും മറ്റ് ഇന്ദ്രിയങ്ങളും എല്ലാം തന്നെ അങ്ങേ സന്തോഷിപ്പിക്കുന്നതിൽ ശ്രദ്ധാലുവായി തീരട്ടെ. അതുപോലെ എൻ്റെ മനസ്സെപ്പോഴും അങ്ങയുടെ പാദാംബുജങ്ങളിൽ രമിക്കട്ടെ. അതുപോലെ പിന്നെന്താണ്, ആ ഒരു ജഗത്തിലുള്ള സർവ്വതും അങ്ങയുടെ എക്സ്പാൻഷൻസ് ആയതുകൊണ്ട് അവയെല്ലാം സ്മരിക്കാനും അവയോടെല്ലാം ആദരവ് തോന്നാനും അവയെല്ലാം പ്രണമിക്കാനും എനിക്ക് തോന്നട്ടെ. അതുപോലെ എൻ്റെ കണ്ണുകൾ വൈഷ്ണവരെ ദർശിക്കുന്നതിൽ മുഴുകട്ടെ. വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു ശ്ലോകം ആയതുകൊണ്ടാണ് നമ്മളെ നളഗോപരന്മാര് പറയുന്നതാണ്. കാരണം എത്ര കാലം അവർ വൃക്ഷങ്ങളായി നിന്നിട്ട് ആ വൃക്ഷങ്ങളുടെ മനസ്സിൽ വന്ന അവരുടെ പ്രാധാന്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. വാണീ ഗുണാനുകഥനേ ശ്രവണൗ കഥായ ഹസ്തൗജ കർമ്മസു മനസ്തവ പദയോർണഃ സ്മൃത്യാം ശിരസ്തവ നിവാസ ജഗത് പ്രണാമി ദൃഷ്ടി സദാ ദർശനേസ്തു ഭവദ്ധന്യൂമ. ഹരേ കൃഷ്ണ. നമ്മുടെ സമയം കഴിഞ്ഞു പോയി. കഴിയുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ശ്ലോകവും അതുപോലെ തത്തേനി കമ്പാൻസും ഇതൊക്കെയെങ്കിലും അർത്ഥമെങ്കിലും മനസ്സിലാക്കി വെക്കുക. ബൈഹാർട്ട് ചെയ്തുകൊണ്ടായില്ല, അർത്ഥമെങ്കിലും മനസ്സിലാക്കി വെക്കുക. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. പറയൂ മാതാജി. ഹരേ കൃഷ്ണ. മാതാജി, ഉപനിഷത്തിന്റെ അർത്ഥം ഉപ പിന്നെ നീ പിന്നെ ഷത്ത്, അത് ഉപ നീ ഷത്ത് എന്ന് പറഞ്ഞാല് ഉപ എന്ന് വെച്ചാൽ നിയർ, അടുത്ത്, വളരെ അടുത്ത്. നീ എന്ന് പറഞ്ഞാൽ താഴെ, ഡൗൺ എന്നുള്ള അർത്ഥം. ഷത്ത് എന്ന് പറഞ്ഞാൽ ഇരിക്കുക, ടു സിറ്റ്, ഇരിക്കുക. ഉപ നീ ഷത്ത്, തൊട്ടടുത്ത് താഴെ ഇരുന്നുകൊണ്ട്. ഒരു ഗുരുവിന്റെ തൊട്ടടുത്ത്, എപ്പോഴും ഗുരു ഇരിക്കുന്ന ഉയർന്ന സ്ഥാനത്തായിരിക്കും. അവിടെ തൊട്ടടുത്ത് താഴെ ഇരുന്നു കൊണ്ട് വേദത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്ത് അത് വേദാന്തമായി. വേദാന്തം, വേദത്തിന്റെ എന്ന് വെച്ചാൽ വേദം മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്കില്ല. ഗുരുവിന്റെ അടുത്തിരുന്നിട്ട് നമ്മളത് മനസ്സിലാക്കിയെടുക്കും. ഉപ നീ ഷത്ത്. പിന്നെ വേദാന്തം ഇതിന്റെ അർത്ഥം. വേദങ്ങൾ ഏതൊക്കെയാ മാതാജി? നമ്മുടെ പ്രധാനപ്പെട്ട ഹിന്ദുയിസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബുക്കുകളല്ലേ വേദങ്ങൾ എന്ന് പറയുന്നത്. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം, 4 വേദങ്ങൾ. വേദാന്തം എന്ന് പറയുന്നത് 108 ഉപനിഷത്തുക്കളെയാണ് നമ്മൾ വേദാന്തം എന്ന് പറയുന്നത്. വേദത്തിന്റെ അന്ത്യം, വേദത്തെക്കുറിച്ച് മനസ്സിലാക്കി അതിന്റെ പൂർണ്ണതയിൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സ് നമുക്ക് പറഞ്ഞു തന്ന് മനസ്സിലാക്കി തന്നിരിക്കുന്നതാണ് വേദാന്തം അല്ലെങ്കിൽ ഉപനിഷത്ത് എന്ന് പറയുന്നത്. അപ്പം വേദം നമുക്ക് പഠിച്ചെടുക്കാൻ ഒരു ജന്മം കൊണ്ടൊന്നും സാധ്യമല്ല. പഠിക്കായിരിക്കും, അത്ര വേഗം മനസ്സിലാക്കിയെടുക്കാൻ പ്രയാസമേറിയതാണ് വേദം. അതിനെ ഗുരുവിന്റെ അടുത്ത് ചെന്നിരുന്ന് മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ ഉപനിഷത്ത് എന്നുകൊണ്ട് അർത്ഥം. ഹരേ കൃഷ്ണ. സമയമായിരിക്കുകയാണ്. എല്ലാവരും വരിക, മുടക്കമില്ലാതെ മാതാജി വരണം. അതുകൊണ്ട് മാതാജിക്കും മാതാജിയുടെ കുടുംബത്തിനും വേണ്ടി നമ്മളൊരു 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം പറഞ്ഞ് വൈൻഡപ്പ് ചെയ്യാം. ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ രാമ ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ രാമ ഹരേ രാമ ഹരേ രാമ 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 ഹരേ കൃഷ്ണ. കൃപാ സിന്ധുഭ്യേവ പതിതാനാം ഭാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനേകോടി വൈഷ്ണവന്തി की हरिनाम संकीर्तन यज्ञ की हरे कृष्णा महामंत्र की श्रील प्रभुपाद की जय. श्री अनंत पद्मनाभ स्वामी की जय. हरे कृष्ण माताजी. हरे कृष्ण. हरे कृष्ण माताजी. थैंक यू माताजी. हरे कृष्ण. हरे कृष्ण माताजी. हरे कृष्ण.